ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം ഹിയർസ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ടൈറ്റിലും തമ്മിലും കണ്ട പോലെ തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് യൂട്യൂബ് മ്യൂസിക്കിലൂടെ എങ്ങനെ നിങ്ങളുടെ വ്യൂവേഴ്സും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും നിങ്ങളുടേതൊരു മോണിറ്റൈസ്ഡ് ആയ ചാനലാണെങ്കിൽ നിങ്ങളുടെ റവന്യൂവും എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നുള്ളതാണ്. സോ ഗൈസ്, വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ സുഹൃത്തുക്കളും താഴെ കാണുന്ന ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ആ ഒരു ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുന്നതിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ബാറിൽ ലഭിക്കുന്നതാണ്. സോ ഗൈസ്, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോയാലോ. ഗൈസ്, നിങ്ങൾ ഇൻട്രോയിൽ കണ്ട പോലെ തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യൂവേഴ്സും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ നിങ്ങൾ ഒരു മോണിറ്റൈസ്ഡ് ആയ ചാനലാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങളുടെ റവന്യൂ വർദ്ധിപ്പിക്കാനുള്ള ഒരു കിടിലൻ ട്രിക്കാണ്. സോ ഗൈസ്, ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് യൂട്യൂബിൽ എങ്ങനെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ എങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. സോ ഗൈസ്, അതിനുവേണ്ടി നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിലെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. പിന്നീട് സെർച്ച് ബാറിൽ studio.youtube.com എന്ന് സെർച്ച് ചെയ്യുക. ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ ക്രിയേറ്റർ സ്റ്റുഡിയോയിലേക്ക് എൻ്റർ ചെയ്യുക. ലെഫ്റ്റ് സൈഡിലെ ലെയറിൽ രണ്ടാമതായി ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും, വീഡിയോ കണ്ടൻറ് എന്ന ഒരു ഭാഗം. ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഓപ്പണായി വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിലായി സെക്ഷൻസ് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾ പോഡ്കാസ്റ്റ് എന്ന ഒരു സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും പുതുതായിട്ട് പോഡ്കാസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. സോ അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ 3 ഓപ്ഷൻ തെളിയുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ന്യൂ പോഡ്കാസ്റ്റ് എന്നൊരു ഭാഗം. ഒന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ പോഡ്കാസ്റ്റിലേക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് പോഡ്കാസ്റ്റിൽ നിങ്ങൾക്ക് വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും, ഒരു പ്ലേലിസ്റ്റ് പോലെ തന്നെ. സോ രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്ലേലിസ്റ്റ് പോഡ്കാസ്റ്റായി മാറ്റാനായിട്ട് സാധിക്കും. സോ ഞാനിവിടെ രണ്ടാമത്തെ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുവാണ്. സോ ഗൈസ്, പിന്നീട് നിങ്ങളുടെ ചാനലിലെ എല്ലാ പ്ലേലിസ്റ്റുകളും കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് പോഡ്കാസ്റ്റായി സെറ്റ് ചെയ്യേണ്ട ആ ഒരു പ്ലേലിസ്റ്റ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. പിന്നീട് നിങ്ങൾ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമുക്കൊരു തംബ്നെയിൽ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു തംബ്നെയിലാണ് ഈ ഒരു പോഡ്കാസ്റ്റിന് സെറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ ഏതാണ്ടൊരു നമ്മുടെ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ടാബിൻ്റെ റേഷ്യോയിലുള്ള തംബ്നെയിലാണ് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. സോ ഗൈസ്, അത്തരത്തിലൊരു തംബ്നെയിൽ നിങ്ങൾ ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കുക. സോ നിങ്ങൾക്ക് ആ ഒരു അപ്ലോഡ് തംബ്നെയിൽ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്യാലറിയിലേക്ക് പോകുന്നതായിരിക്കും. നിങ്ങളുടെ ഗ്യാലറിയിലെ തംബ്നെയിൽ ഇമേജ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് ഡൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോഡ്കാസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. സോ നമ്മുടെ പ്ലേലിസ്റ്റാണ് പോഡ്കാസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സോ ഗൈസ്, ഇങ്ങനെയാണ് നമുക്ക് പോഡ്കാസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഗൈസ്, ഇനി നിങ്ങൾക്കങ്ങനെ നിങ്ങളുടെ ചാനലിലേക്ക് വ്യൂവേഴ്സും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും എക്സ്ട്രാ റവന്യൂയും കൊണ്ടുവരാമെന്ന് അറിയണ്ടേ? സോ ഗൈസ്, അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ യൂട്യൂബ് മ്യൂസിക് ആപ്പ് ഓപ്പൺ ചെയ്യുക. പിന്നീട് നിങ്ങൾ നിങ്ങളുടെ ചാനലിൻ്റെ ഗൂഗിൾ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് വെക്കുക. സോ ഗൈസ്, നിങ്ങളുടെ യൂട്യൂബ് മ്യൂസിക് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറേ സെക്ഷൻസ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും പോഡ്കാസ്റ്റ് എന്ന ഒരു സെക്ഷൻ. സോ അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് കുറേ അധികം വീഡിയോസ് കാണാനായിട്ട് സാധിക്കും. സോ ഗൈസ്, നമ്മുടെ ചാനലിൽ പോഡ്കാസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ ഇത്തരത്തിലുള്ള വീഡിയോകളിലൂടെ നമ്മുടെ ചാനലിനെ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യും. സോ ഗൈസ്, ഇതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ വ്യൂവേഴ്സും അതുപോലെ തന്നെ കൂടുതൽ സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ എക്സ്ട്രാ റവന്യൂയും, നിങ്ങളുടെ മോണിറ്റൈസ്ഡ് ആയ ചാനലാണെങ്കിൽ എക്സ്ട്രാ റവന്യൂയും നിങ്ങൾക്ക് ലഭിക്കും. സോ ഗൈസ്, മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ നിങ്ങൾ പെട്ടെന്ന് കേട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വീഡിയോസ് നിങ്ങളുടെ പോഡ്കാസ്റ്റിൽ ആഡ് ചെയ്യുക. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളൊരു കുക്കിംഗ് ചാനലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മ്യൂസിക് ചാനലാണെങ്കിൽ നിങ്ങളുടെ ഗാനങ്ങളൊക്കെ ആളുകൾക്ക് കേട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ചാനലിൽ അവതരിപ്പിക്കുന്ന റെസിപ്പികളൊക്കെ ആസ്വാദകർക്ക് കേട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഗൈസ്, ഇത്ര സിമ്പിളായി നമുക്ക് പോഡ്കാസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ ഏർണിങ്സും വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണെന്ന് കരുതുന്നു. സോ ഗൈസ്, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിനും നല്ല ഒരുപാടധികം
ടെക്നോളജി വീഡിയോസുകളുമായി ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ നിസാം സൈനിങ് ഔട്ട്.